നേത്രം ദാനം ചെയ്യുക. ഈ അള്ളാൻ്റെ ഈ കണ്ണെന്നെ വേണം. ഒരാൾക്ക് കണ്ണില്ലെങ്കിൽ കൊടുക്കണമെങ്കിലേ അത് ദാനം ചെയ്തിട്ട് വേണം അല്ലേ? കണ്ണുണ്ടാക്കാനൊന്നും വിലക്കൊണ്ട് കഴിഞ്ഞിട്ടില്ല. നേത്രദാനം ചെയ്യുക. ഒരാളെ വൃക്കയും കണ്ണും ഒക്കെ മൂന്നാക്കി കൊടുത്തു. അങ്ങനെ എന്ത് മരണം എന്ന് പറയാ, മസ്തിഷ്ക മരണം സംഭവിച്ച ഒരു ചെറുപ്പക്കാരൻ്റെ അതിന് മൂന്നാൾ ജീവിക്കുകയാണ്. ഓൻ കൊടുത്തു എന്നല്ല, ഓനെ കൊടുക്കണം. ഓനാരെ കൊടുത്ത് തന്നെ കൊടുക്കണം. ഇത് മനസ്സിലാക്കുമ്പോൾ അല്ലാഹു അക്ബർ എന്ന് കേട്ടാൽ അത് കഴിഞ്ഞിട്ടല്ലേ പിന്നെ കഷ്ടമുള്ളൂ. നിങ്ങളത് പറഞ്ഞാണ്. അതല്ല എൻ്റെ ഗൗരവം. പിന്നെ കള്ളാക്കിയിട്ട് എൻ്റെ ഗുരുതര എത്രയാണ്, എൻ്റെ ഗുരുതരാവസ്ഥ എത്രയാണ്. ഇതൊക്കെ അല്ലയാണ്. ഇതൊക്കെ ചെയ്തതിന് പകരമായിട്ടാണ് നമ്മളോട് നിസ്കരിക്കാൻ വേണ്ടി പറഞ്ഞത്. ബൈലാബിമ പറഞ്ഞത് കൂലി ആദ്യം വാങ്ങലും ചെയ്യും. നമ്മൾ നിസ്കരിക്കാനുള്ള കൂലി സ്വർഗ്ഗമൊന്നുമല്ല. ആദ്യം തന്നെ എന്താ ഇതൊക്കെയാണ്. ഇങ്ങനെയൊക്കെ ആക്കിയില്ല അള്ളാഹുതആല. ഇതൊക്കെ അള്ളാഹുതആല നമുക്ക് അതിനാണ് നിസ്കരിക്കണത്. അതിൻ്റെ ശുക്രാണ്. കൂലി അള്ളാഹുതആല ഓശാരമായിട്ട് തരാണ്. ഞാൻ കുറേ കാലത്തിൻ്റെ ശേഷം അർഹമായ പ്രതിഫലം തരണം പഠിച്ചവനെന്ന് പറയലില്ല. പറയൽ തെറ്റാണെന്ന് ഞാൻ പറയില്ല കേട്ടോ. എന്തോ ഒരു അർഹത ഇല്ലാന്ന് നമുക്ക് തോന്നാം. എൻ്റെ കാഴ്ചപ്പാട് അങ്ങനെയാണ്. എല്ലാ ഉസ്താദന്മാരും പറയലുണ്ട് ഒന്നും തെറ്റില്ല. എനിക്കിപ്പോൾ പറയാനേ കഴിയൂല. അങ്ങനെ ചിന്തിച്ച് നോക്കും. ആ പറഞ്ഞ തെറ്റല്ല കേട്ടോ. ഓൽക്കാന് നല്ല ന്യായം ഉണ്ടാവും. ഞാൻ കണ്ടിട്ടില്ല. നമുക്കൊരു അർഹതയും തോന്നണില്ല. അതുമല്ല അറിയിക്കണതല്ല അള്ളാഹുതആല തരാം. അതിലേറെ വാരിക്കൂരാണ് അള്ളാഹുതആല തരാം. അത് മറ്റൊരു ചർച്ചയാണ്. ഇതൊക്കെ മനസ്സിലാക്കിയെന്ന് പറഞ്ഞു നോക്കുകയാണെങ്കിൽ ഈ സമയത്ത്, ഈ ദിവസങ്ങളിൽ നിങ്ങൾക്ക് ആ റുക്കൂല് സുബ്ഹാന റബ്ബിയൽ അലീം, അലീമായ എൻ്റെ റബ്ബ്, സുജൂദിൽ സുബ്ഹാന റബ്ബിയൽ അല. ഇനി അവിടെ അങ്ങോട്ടുള്ള ഒക്കെ അങ്ങനെ തന്നെയാണ്.